യാത്ര തുടരാം താതനൊപ്പം, യാത്ര തുടരാം താതനൊപ്പം. ഇവാനിയൻ ധ്യാനയാത്ര, പാദാനുയാത്ര. ധന്യൻ മാർ ഇവാനിയോസ് പിതാവിൻ്റെ സ്വർഗപ്രവേശനത്തിൻ്റെ 71-ാം ഓർമ്മ പുതുക്കുന്ന ഈ അവസരത്തിൽ ഈ ഓർമ്മ സജീവമാകുവാൻ ഉതകുന്ന വിധത്തിൽ നമ്മുടെ സമൂഹവും സഭയും ജാഗ്രതയോടുകൂടിയുള്ള കർമ്മങ്ങളിൽ ഉൾച്ചേരുന്നു. ഓർമ്മ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ആ വ്യക്തിയുടെ ജീവിതത്തിലെ നല്ല കാര്യങ്ങൾ ഓർക്കുവാനും ആ വ്യക്തിയെ പ്രതി ദൈവത്തിൻ്റെ സന്നിധിയിൽ സംഘാതമായി സഭയായി നന്ദി അർപ്പിക്കുന്നതിനുമുള്ള അവസരമാണ്. ബഥനി ആശ്രമത്തിൻ്റെ നേതൃത്വത്തിൽ ഈ അനുസ്മരണ കൂടുതൽ സജീവമാവുക ഇവാനിയൻ പദാനുയാത്ര എന്ന ഒരു അനുഭവത്തിലൂടെയാണ്. മാർ ഇവാനിയോസ് പിതാവിൻ്റെ പ്രത്യേകിച്ച് ആബോഗീവറീസിൻ്റെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട ചില അടിസ്ഥാന സത്യങ്ങൾ തുലവും പരിമിതമായ സമയത്തിനുള്ളിൽ വിശകലനം ചെയ്യുവാനാണ് ഞാൻ ആഗ്രഹിക്കുക. നാം ഇന്ന് ജീവിക്കുന്ന ഈ കാലഘട്ടത്തിൽ സത്യം തുറന്ന് പറയുന്നത് ആരും സ്വീകരിക്കാതെ വരികയും കള്ളങ്ങൾ തുറന്ന് പറഞ്ഞ് കാര്യങ്ങൾ സ്ഥിരീകരിച്ച് കള്ളം സത്യമാക്കുന്ന ഒരു സാഹചര്യത്തിൽ പിതാവ് ആശ്രമ ജീവിതത്തിന് ആരംഭം കുറിക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ സംശീകരിച്ച ചില നിത്യ സത്യങ്ങളാണ് ഈ വിചിന്തനത്തിൻ്റെ പിൻബലം. പഠനത്തിലൂടെയും വായനയിലൂടെയും ധ്യാനത്തിലൂടെയും ഒക്കെ മനസ്സിലാക്കുന്ന ഈ കാര്യങ്ങൾ നമുക്കെല്ലാവർക്കും സുപരിചിതമാണ്. ഇതിൽ വലിയ പുതുമയൊന്നുമില്ല. പുതുമ നമുക്ക് ലഭിക്കുന്നത് നാം ഇന്ന് ജീവിക്കുന്ന ഈ സാഹചര്യത്തിലെ കാലഘട്ടത്തിൻ്റെ പ്രത്യേകതകൾക്കൊത്ത് ഈ അനുഭവങ്ങളോട് പ്രതികരിക്കുമ്പോഴാണ് ഈ യാഥാർത്ഥ്യങ്ങൾക്ക് പുതുമ കൈവരിക. ഈ ഒരു ചിന്തയുടെ പിൻബലത്തിൽ വിഷയത്തിൻ്റെ ഉള്ളറകളിലേക്ക് കടക്കട്ടെ. ബഥനി ആശ്രമത്തിൻ്റെ സ്ഥാപകൻ ധന്യൻ മാർ ഇവാനിയോസ് തൻ്റെ ജീവിതത്തിൽ ഏറ്റവും അധികം ആശ്രമ ജീവിതത്തിൽ പ്രാധാന്യം കൊടുത്ത ഒന്നാമത്തെ അനുഭവമാണ് ആത്മീയതയുടെ ആത്മാവ് ശാന്തതയാണ് എന്നുള്ളത്. പലപ്പോഴും നാം ഇന്ന് ജീവിക്കുന്ന ഈ സാഹചര്യത്തിൽ ബഹളത്തിൽ കാര്യങ്ങൾ ചെയ്യുവാൻ, ധൃതിയിൽ കാര്യങ്ങൾ മുൻപോട്ട് പ്രയാണം ചെയ്യുമ്പോൾ ആശ്രമത്തിൻ്റെ അകത്തും പുറത്തും, സഭയുടെ അകത്തും പുറത്തും, സമൂഹത്തിൻ്റെ അകത്തും പുറത്തും എല്ലായിടത്തും ഒരുപോലെ അശാന്തതയുടെ തിരി അതിൻ്റെ പൂർണ്ണ രൂപത്തിൽ കത്തി തെളിയുമ്പോൾ ദൈവദാസൻ ധന്യൻ മാർ ഇവാനിയോസ് നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ശാന്തതയാണ് ആത്മീയ ജീവിതത്തിൻ്റെ അടിസ്ഥാന ഘടകമെന്ന്. ഇതിന് ഉപോദ്ബലകമായി അദ്ദേഹം സ്വീകരിക്കുക, ദൈവീക മൂല്യങ്ങളെ അറിയുവാനും അനുകരിക്കുവാനും സ്വായത്തമാക്കുവാനുമുള്ള അഭിവാഞ്ചയാൽ ദൈവാന്വേഷണം ജീവിതായോധനമായി സ്വീകരിച്ച് നൂറ്റാണ്ടുകളോളം മലകളിൽ ശാന്തമായി സ്വസ്ഥമായി ജീവിതം വ്യയം ചെയ്ത് ദൈവത്തെ ദർശിച്ച, ശാന്തതയിലൂടെ ദൈവാന്വേഷണത്തിന് നന്മകളെ ഉൾക്കൊണ്ട മുനിവര്യന്മാരുടെ അനുഭവമാണ്. ശാന്തമാകുക, ഞാൻ ദൈവമാണെന്ന് അറിയുക. തീർച്ചയായിട്ടും അടിസ്ഥാനപരമായി സമർപ്പണത്തിൽ, പ്രത്യേകിച്ച് ബഥാന്യൻ ജീവിതശൈലിയുടെ അടിസ്ഥാന ശിലയായി പിതാവ് രൂപപ്പെടുത്തുന്ന ഈ ശാന്തത നമുക്ക് ഇന്ന് പല രീതിയിലും അന്യമാണെന്ന് ഉറക്കെ പറയേണ്ട കാര്യമില്ലല്ലോ. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ 71-ാം സ്വർഗപ്രവേശനത്തിൻ്റെ ഓർമ്മ നാം ആചരിക്കുമ്പോൾ നമുക്ക് നമ്മളിലേക്ക് തന്നെ തിരിയാം, ശാന്തരാകാം. നമ്മുടെ ജീവിതത്തിൻ്റെ അസ്വസ്ഥതകളുടെ നിമിഷങ്ങളെ ശാന്തതയുടെ നന്മകൾ കൊണ്ട് പൂർത്തീകരിക്കുവാനും ആ നന്മകളിൽ ജീവിതം സന്തോഷമാക്കുവാനുമുള്ള ക്ഷണം ഈ ഓർമ്മ പെരുന്നാളിൻ്റെ ദിവസങ്ങൾ നമുക്ക് നൽകുന്നുണ്ട്. ആബോഗീവർഗീസ് ധന്യൻ മാർ ഇവാനിയോസ് സമർപ്പിതർക്ക് ഇക്കാലഘട്ടത്തിൽ നൽകുന്ന അടിസ്ഥാനപരമായ രണ്ടാമത്തെ ദർശനമാണ് ആത്മീയതയുടെ ശക്തി ഭക്തി ജീവിതത്തിൽ അധിഷ്ഠിതമാണ് എന്നുള്ളത്.
അനുഷ്ഠാനപരത അതിൻ്റെ ഉച്ചകോടിയിൽ ആഘോഷിക്കപ്പെടുന്ന, സഭയിലും സമൂഹത്തിലും രാഷ്ട്രത്തിലും ആഘോഷിക്കപ്പെടുന്ന പശ്ചാത്തലത്തിൽ അനുഷ്ഠാനപരതയെ അതിലംഘിക്കുന്ന ആത്മീയ ജീവിതത്തിന് പൂർണ്ണമായ സ്ഥാനം കർമ്മം കൊണ്ട്, പ്രവൃത്തി കൊണ്ട്, ചിന്ത കൊണ്ട് നൽകണമെന്ന് ആഗ്രഹിക്കുകയും തൻ്റെ സ്വന്തം വ്യക്തി ജീവിതത്തിൽ അപ്രകാരം ആത്മീയ ജീവിതത്തിന് പ്രാധാന്യം നൽകുകയും ചെയ്ത ഒരു വലിയ ഉന്നതമായ സാക്ഷ്യമായിരുന്നു പിതാവ്. ആത്മീയ ജീവിതത്തിൽ നാം ഇന്ന് അനുഷ്ഠിക്കുന്ന നല്ലൊരു ശതമാനം അനുഷ്ഠാനങ്ങളും ആത്മീയ ജീവിതത്തിലെ ഭക്തി ജീവിതത്തിന് ഉപയുക്തമാണോ എന്ന് നമ്മളോട് തന്നെ ചോദിക്കുന്നത് അനുഗ്രഹപ്രദമാണ്. ഭക്തി ഒരിക്കലും വിഭജിക്കപ്പെടാത്ത രീതിയിൽ ഈശ്വരനുമായിട്ടുള്ള ബന്ധമാണല്ലോ. ഭാരതത്തിൻ്റെ ദർശനത്തിൽ 3 മാർഗങ്ങളിൽ മധ്യമാർഗമാണ് ഭക്തിമാർഗം. പിതാവ് ഈ ഭക്തിമാർഗം പ്രത്യേകിച്ച് ആശ്രമ ജീവിതത്തിൻ്റെ അടിസ്ഥാന ഘടകങ്ങളിൽ ഒന്നായി തിരഞ്ഞെടുത്തതിൻ്റെ കാരണം അനുഷ്ഠാനങ്ങളെ അതിജീവിക്കുന്ന ഭക്തജീവിതം, ഭക്തന്മാരുടെ സമർപ്പണം സഭയ്ക്ക് ആവശ്യമാണെന്നുള്ള ചിന്തയോടുകൂടിയാണ് ആശ്രമത്തിൻ്റെ സ്ഥാപനത്തിലും തുടർന്നുള്ള പ്രവർത്തനങ്ങളിലും ഇപ്രകാരം ആചാരാനുഷ്ഠാനങ്ങളെ ഘോഷിക്കുക എന്നതിനേക്കാളിലൊക്കെ ഉപരി ആചാരാനുഷ്ഠാനങ്ങളെ അതിലംഘിക്കുന്ന ഭക്തി ജീവിതത്തിന് സ്വന്തം ജീവിതത്തിലും തൻ്റെ തലമുറകളായി കടന്നു വന്നിട്ടുള്ളവർക്കും അമിത പ്രാധാന്യം നൽകുകയും അതനുസരിച്ച് ആദ്യകാലങ്ങളിൽ ജീവിക്കുവാൻ നമ്മുടെ തന്നെ സമൂഹാംഗങ്ങൾ പരിശ്രമിക്കുകയും ചെയ്ത ഒരു ചരിത്രമാണല്ലോ നമുക്കുള്ളത്. നമുക്ക് തിരിച്ചു നടക്കാം. ആത്മീയതയുടെ ശക്തി ഭക്തിയാണെന്നുള്ള തിരിച്ചറിവ് നമ്മുടെ ജീവിതത്തെ ബലപ്പെടുത്തണം. ആബോ ഗീവർഗീസ് തൻ്റെ ജീവിതത്തിൽ ഏറ്റവും അധികം സ്ഥാനം കൊടുത്ത മറ്റൊരു ദർശനമാണ് ഉപവാസത്തിലൂടെ മാത്രം ഉൾക്കാഴ്ചകൾ ലഭിക്കുകയുള്ളൂ എന്നുള്ളത്. തൻ്റെ മുണ്ടൻമലയിലായിരുന്നാലും സറാംപൂരിലായിരുന്നാലും നീണ്ട രാത്രിയിലെ പ്രാർത്ഥനകളും ഉപവാസങ്ങളും ഉപവാസ അനുഭവങ്ങളും അതൊന്നു മാത്രമാണ് ഉൾക്കാഴ്ചകൾക്ക്, ബഥനി എന്ന ഉൾക്കാഴ്ചയ്ക്ക്, സഭ എന്ന ഉൾക്കാഴ്ചയ്ക്ക്, സഭയിലേക്ക് ഉൾച്ചേരുവാനുള്ള ഉൾദർശനത്തിന് വന്യ പിതാവിനെ പ്രേരിപ്പിക്കുക. തീർച്ചയായിട്ടും ഉപവാസം ആർത്തിയുടെ പിറകെ മനുഷ്യൻ പോകുന്ന ഈ കാലയളവിൽ, അത് ആശ്രമത്തിലാണെങ്കിലും സഭയിലാണെങ്കിലും ആർത്തി സംസ്കാരം ആഘോഷിക്കപ്പെടുന്നുണ്ട് എന്നുള്ളത് നമുക്ക് വിസ്മരിച്ചുകൂടായല്ലോ. അതുകൊണ്ട് തന്നെ വന്യപിതാവിൻ്റെ അനുസ്മരണ കൂടുതൽ സജീവമാകുന്ന ഈ കാലയളവിൽ ഉപവാസത്തിലൂടെ നമുക്ക് ലഭിക്കുന്ന ഉൾക്കാഴ്ചകൾ സഭയുടെയും സമൂഹത്തിൻ്റെയും പൊതുദർശനങ്ങളിലും പൊതു അനുഭവങ്ങളിലും സാക്ഷ്യജീവിതമായി നമുക്ക് സമർപ്പിക്കാൻ സാധിച്ചാൽ നമ്മുടെ ഈ വർഷത്തെ പിതാവിൻ്റെ അനുസ്മരണയിലുള്ള ഉൾച്ചേരൽ കൂടുതൽ സജീവമാകുമെന്നുള്ളതിന് 2 പക്ഷമില്ലല്ലോ. പ്രിയമുള്ളവരെ, അവസാനമായി ആബോ ഗീവർഗീസിൻ്റെ ജീവിതത്തിൽ നിറഞ്ഞു നിന്ന ചില ജീവിതാനുഭവങ്ങൾ അനുസ്മരിച്ചുകൊണ്ട് എൻ്റെ ഈ വിചിന്തനം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ വിളങ്ങി നിന്ന ഏറ്റവും വലിയ ഒരു ദർശനമാണ് തീക്ഷ്ണമായ വിശ്വാസത്തിൻ്റെ പാറയിൽ ഉറപ്പിക്കപ്പെട്ട ജീവിതം. സമർപ്പണത്തിൻ്റെ അന്ന് മുതൽ സഭയിൽ ചേരുന്ന അവസരത്തിൽ ഈ ലോകത്തോട് യാത്ര പറഞ്ഞ് ഈ ലോകത്തിൽ നിന്ന് കടന്നു പോകുന്ന നിമിഷം വരെയും തീക്ഷ്ണ വിശ്വാസത്തിൻ്റെ പാറയിൽ ഉറപ്പിക്കപ്പെട്ട ഒരു ജീവിതത്തിന് സാക്ഷിയായിരുന്നു പിതാവ്. അതോടൊപ്പം തന്നെ അദ്ദേഹം പരീക്ഷണങ്ങളിൽ പതറാത്തവനായിരുന്നു. അത് അദ്ദേഹത്തിൻ്റെ ജീവിത ചരിത്രം നമ്മളെ പഠിപ്പിക്കുന്നുണ്ടല്ലോ. ആരാധനയിൽ അനുഭൂതി കണ്ടെത്തിയവനാണ് ആബോ ഗീവർഗീസ് ദൈവദാസൻ ധന്യൻ മാർ ഇവാനിയോസ്. ഈ കാലയളവിൽ ഈ വിഷയങ്ങളിലൊക്കെ ഉള്ള നമ്മുടെ ഉൾച്ചേരലും ഈ വിഷയങ്ങൾ ബോധപൂർവം പഠിക്കുവാനുള്ള ശ്രദ്ധയും അദ്ദേഹത്തിൻ്റെ ഓർമ്മ പെരുന്നാളിൻ്റെ ഈ കാലയളവിൽ ദൈവത്തിൻ്റെ സഭയിൽ പാലിക്കുന്നതിന് നമുക്ക് പ്രത്യേകമായിട്ട് പരിശ്രമിക്കാം. വന്യപിതാവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവിൻ്റെ മാധ്യസ്ഥം നമുക്ക് അപേക്ഷിക്കാം. കത്തോലിക്ക സഭ പ്രത്യേകിച്ച് ഈ വർഷത്തെ ഓർമ്മ പെരുന്നാളിനോടനുബന്ധിച്ച് വന്യ പിതാവിനെ ധന്യൻ പദവിയിലേക്ക് ഉയർത്തിയപ്പോൾ അതിന് തുടർന്നുള്ള പദവികൾ നമ്മുടെ പ്രാർത്ഥനയുടെയും ഉപവാസത്തിൻ്റെയും
ആത്മീയ ജീവിതത്തിൻ്റെയും ഭക്തി ജീവിതത്തിൻ്റെയും അനന്തരഫലമായി കടന്നു വരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എന്നെ കേട്ട എല്ലാവർക്കും നന്ദി അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു.